ശ്രീ രാഹുൽ ഈശ്വർ, ലക്ഷക്കണക്കിന് വിശ്വാസികളുള്ള ഒരു മഠമാണ് അമൃതാനന്ദമയി. എന്താണ് താങ്കളുടെ പ്രതികരണം? 15 വർഷങ്ങൾക്ക് ശേഷം എന്തുകൊണ്ടായി പുസ്തകം എഴുതുന്നത്? ഒന്ന്. രണ്ട്, സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് ക്യാമ്പയിനാണ് ഇപ്പൊ മാധ്യമങ്ങളെ അടക്കം ഇത് എടുക്കാൻ നിർബന്ധിതമാക്കിയിരിക്കുന്നത്. ആ ക്യാമ്പയിനുകൾ നോക്കിയാൽ നമ്മുടെ മുല്ലപ്പെരിയാർ നാളെ പൊട്ടു എന്ന് പറയുന്നത് പോലെ ഒരു സംഘടിത പ്രൊഫഷണൽ സ്വഭാവമുണ്ട്. അതിലെ ഫോട്ടോകള്, എഡിറ്റിംഗ് പ്ലസ് സ്ട്രാറ്റജിക്കുമായിട്ടൊരു ക്യാമ്പയിനാണിത്. 3, ആശ്രമമാണ് ഔദ്യോഗിക. എന്നിരുന്നാലും ആശ്രമത്തിൽ നിന്നും ബാക്കിയുള്ള സ്ട്രെസ്സിൽ നിന്നും കഴിഞ്ഞത് അമേരിക്കാനുമായി ഇഷ്ടമായിരുന്നു എന്നും ആ പ്രണയ നൈരാശ്യം ഇവർക്കൊരു റിവെഞ്ചായി മാറിയെന്നും ഒക്കെയാണ്. പക്ഷെ എനിക്കതിൽ ഏറ്റവും സന്തോഷം തോന്നിയത്, എനിക്ക് കൂടുതൽ വെളിപ്പെടുത്താനാവില്ല, പക്ഷെ ഇത് അറിഞ്ഞപ്പോ അമൃതാനന്ദമയി ദേവിയുടെ ആദ്യ പ്രതികരണം എന്ന് കേട്ടത്, നമ്മൾ എന്തു പറയുമ്പോഴും ആ മോൾക്ക് വേദനിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അത്രമാത്രം നല്ലൊരു സ്ത്രീയെ, അല്ലെങ്കിൽ നമ്മളിപ്പം മാർ ക്രിസോസ്റ്റം തിരുമേനിയെ ബഹുമാനിക്കുന്നത് പോലെ, തങ്ങൾ കുടുംബത്തെ ബഹുമാനിക്കുന്നത് പോലെ, ശ്രീ രവിശങ്കർജിയൊക്കെ ബഹുമാനിക്കുന്ന പോലെ, നമ്മുടെ എല്ലാവരുടെയും ഒരു ജാതി മത ഭേദമന്യേ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് മാതാ അമൃതാനന്ദമയി. ഇന്ന് ഇത് വെളിപ്പെടുത്തലല്ല, ഇത് ആരോപണങ്ങൾ മാത്രമാണ്. ഓഫ് കോഴ്സ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അതിനെ ആർക്കും മടിയില്ല. രണ്ട് മഠത്തിലെ പലരോട് സംസാരിക്കുകയുണ്ടായി. അമൃതാനന്ദമയി മഠം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. അമൃതാനന്ദമയി മഠം ഒരു സാമ്രാജ്യമാണ്, പക്ഷെ സമ്പത്തിന്റെ അല്ല, ഒരു സ്നേഹത്തിന്റെ സാമ്രാജ്യമാണ്. പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം, ആശുപത്രി അടക്കമുള്ള കാര്യങ്ങൾ. ഇവർ പറയുന്ന പല ആരോപണങ്ങളും അങ്ങ് പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. ഇവർ പ്രൊഫഷണൽ ആണെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഇറങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ അടക്കം പ്രൊഫഷണലി എഡിറ്റഡും ഒരു പ്രൊഫഷണൽ ക്യാമ്പയിന്റെ സ്വഭാവമുണ്ടെന്നാണ്. 3, ഇവർ പറഞ്ഞ ആരോപണങ്ങൾ പല ആശ്രമങ്ങൾക്കെതിരെ ഉണ്ട്. അതിനെക്കുറിച്ച് എന്താ ആൾക്കാർ അന്വേഷിക്കാം, ചർച്ച ചെയ്യാം, ചിന്തിക്കാം. ഇതിനൊന്നും ആരും എതിരല്ല. പക്ഷേ വെറുതെ ഒരു സ്ത്രീ ഒരു ആരോപണ സ്വഭാവമുള്ള 15 വർഷത്തിന് ശേഷം ഉന്നയിക്കുമ്പോൾ അതിന്റെ പേരിൽ ഒരു ക്യാമ്പയിൻ ചെയ്യാൻ ഇവിടെ ചിലർ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം എനിക്കും അങ്ങേക്കും അറിയാം. പിന്നെ ഒരു വരി കൂടി, ഞാൻ വിദേശത്ത് പഠിച്ച വ്യക്തിയാണ്. എനിക്കറിയാം വിദേശത്തെ പല ഏജൻസികളും, പ്രത്യേക ചില ഏജൻസികൾ, എനിക്ക് പേര് പറയാൻ താല്പര്യമില്ല, ഇന്ത്യയിലെ ആത്മീയ നേതാക്കളെ കരിവാരിത്തേക്കാൻ അവരുടേതായ ഫണ്ടുകളും പ്രൊപ്പഗാൻഡ മെഷറിയും ഉപയോഗിക്കുന്നുണ്ട് എന്നൊരു കാര്യം സത്യമാണ്. അപ്പോ ഈ സ്ത്രീയെ ബഹുമാനത്തോടെ കാണുന്നു, ബഹുമാനക്കുറവൊന്നുമില്ല. പക്ഷേ നിജസ്ഥിതി അറിയാതെ ഒരു പുസ്തകം വെളി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇത്രയും വലിയൊരു പ്രൊപ്പഗാൻഡയും കരിവാരിത്തേക്കലും വേട്ടയാടലും ഉണ്ടാകരുത്. ഇത് വെളിപ്പെടുത്തലല്ല, വെറും ഒരു ആരോപണം മാത്രമാണ്. 1. 2, ഞാൻ അമൃതാനന്ദമയി മഠത്തിന്റെ ഭാഗത്തുനിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. അവർ ഔദ്യോഗികമായി പറയേണ്ടതാണ്. ഞാൻ നിഷ്പക്ഷനായി പൊതുജനത്തിന്റെ ഭാഗത്തുനിന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഈ കാര്യത്തെ സ്വതന്ത്രമായ കണ്ണോടുകൂടി കാണുകയാണ്. വൃത്തികെട്ട സെക്ഷുവൽ പെർവേർഷൻ കാരണമാണ് ലൈംഗികതയുടെ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞ് ഗ്രാഫിക്കൽ ഡീറ്റെയിൽസ് ഉള്ള ഭാഗം എടുത്ത്, ബലാത്സംഗം എടുത്ത് അവിടെ ഒരു നാളാ വായിക്കുന്നത്. മാധവൻകുട്ടി സാർ പറഞ്ഞ വിമർശനം ശ്രദ്ധിക്കൂ. അതിനെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ യാതൊരു മടിയില്ല. സ്വിസ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അന്വേഷിക്കണം. പക്ഷേ വീണ്ടും വീണ്ടും ലൈംഗിക ചുവയുള്ള കാര്യങ്ങൾ പറഞ്ഞ് സെക്ഷുവൽ ടിറ്റിലേഷൻ ചാനലിലൂടെ വിൽക്കാൻ ശ്രമിക്കുന്ന വൃത്തികെട്ട ചില കമന്റേറ്റേഴ്സ് ആണ് അവിടെ ഇരിക്കുന്നത്. അത് ദൗർഭാഗ്യമാണ്. എന്ത് വിമർശനം ഉണ്ടെങ്കിലും അന്വേഷിക്കാം. 30 സെക്കൻഡും കൂടി. ഈ വിമർശനങ്ങളെല്ലാം Amazon.com ആണ് ആ പുസ്തകം ഇറക്കിയിരിക്കുന്നത്. അത് ഇന്ത്യയിൽ ഇറങ്ങിയ ആരോപണങ്ങളൊന്നും അല്ല. Amazon.com നിന്ന് നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കാം. ആ പുസ്തകം ഞാൻ വായിക്കുകയും ചെയ്തു. ഇത്തരം വൈൽഡ് ആയിട്ടുള്ള അലിഗേഷൻസ് ഒരു സ്ഥലത്തിനെതിരെ വരുമ്പോൾ അതിന് സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് ഇല്ലെങ്കിൽ എന്താ കാര്യം? ഒരാളോട് ലൈംഗികത ചേർത്ത് ഈ 50ഓ 60ഓ വയസ്സുള്ള ഈ ശ്രീ രാഹുൽ ഈശ്വർ ഇത് എഴുതിയ സന്യാസിനിയാക്കുകയും ഗായത്രി എന്ന പേര് നൽകുകയും ചെയ്ത ഈ സന്യാസിനി, അവർ 20 വർഷം അമൃതാനന്ദമയി മഠത്തിൽ ഉണ്ടായിരുന്നു. അവർ അവരുടെ അനുഭവമാണ് എഴുതിയിരിക്കുന്നത്. ഞാനോ ഈ ഇരിക്കുന്ന അനിൽകുമാറോ അതല്ലെങ്കിൽ മാധവൻകുട്ടിയോ ഒന്നുമല്ല. അവരുടെ അനുഭവങ്ങളിൽ അവിടെ നടക്കുന്ന സാമ്പത്തിക തട്ടിപ്പുണ്ട്, അവിടെ നടക്കുന്ന ലൈംഗിക പീഡനങ്ങളുണ്ട്, അവിടെ നടക്കുന്ന പണത്തോടുള്ള ആർത്തിയുണ്ട്. ഈ കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ദയവായി 30 സെക്കൻഡ് എന്റെ വോയിസ് മ്യൂട്ട് ചെയ്യരുത്. ജനങ്ങൾ അത് കേൾക്കണം. ഇവരുടെ അനുഭവങ്ങളാണെന്ന് അങ്ങേക്ക് എങ്ങനെ അറിയാം? ആരോപണങ്ങളാണെങ്കിലോ, ഇതിന് പിന്നിൽ ഫണ്ടേഴ്സ് ഉണ്ടെങ്കിലോ, വിദേശത്തെ ചില പ്രത്യേക ഏജൻസീസ് ഇന്ത്യൻ ആത്മീയ നേതാക്കളെ കരിവാരിത്തേക്കാനുള്ള ശ്രമമാണെങ്കിലോ